എല്ലാവർക്കും നമസ്കാരം. മഹാകാളി ഹീലിങ്ങിന് വരുന്ന ആൾക്കാരെല്ലാവരും ചോദിക്കുന്ന ഒരു കോമൺ ആയിട്ടുള്ളൊരു ചോദ്യമുണ്ട്. ഈ ശത്രുവിനെ ഇല്ലാണ്ടാക്കാനായിട്ട് എന്താണ് മാർഗം, അല്ലെങ്കിൽ ശത്രുവിൽ നിന്ന് രക്ഷ നേടാനായിട്ട് എന്താണ് മാർഗം എന്നുള്ളതാണ്. അപ്പോൾ ഞാനിതിനെപ്പറ്റി വളരെയധികം ഗഹനമായിട്ട് ചിന്തിച്ചപ്പോൾ എനിക്കൊരു കാര്യം ദൈവം എനിക്ക് കാണിച്ചു തന്നു. ഒരു ശത്രുവായിട്ട് നമ്മൾ ഒരാളെ കാണുന്നു, നമ്മൾ വിചാരിക്കുകയാണ് അയാളാണ് ശത്രു, അല്ലെങ്കിൽ ഇന്ന ആളാണ് നമുക്കെതിരായിട്ട് മാന്ത്രികം ചെയ്യുന്നത് അല്ലെങ്കിൽ എന്നുള്ള തോട്ട് നമ്മുടെ ഉള്ളിൽ ഫോം ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ആ നെഗറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ അയാൾ ചെയ്താലും ചെയ്തില്ലെങ്കിലും നമുക്ക് ആ നെഗറ്റിവിറ്റി നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ്, നമ്മൾ തന്നെ ആ നെഗറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഇനി നിങ്ങൾക്ക് അങ്ങനെ ചെയ്യുന്ന ഒരാളുണ്ടെന്ന് വിചാരിക്കും, ശരിക്കും ചെയ്യുന്ന ഒരാളുണ്ടെന്ന് വിചാരിക്കും, എങ്ങനെ നമുക്കത് മാറ്റാൻ പറ്റുമെന്നുള്ളതാണ്. ഒരാൾ ഒരാൾ അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയൊക്കെ പോയി എന്തെല്ലാം കർമ്മങ്ങളും പൂജകളും ചെയ്താലും അത് ചെയ്യാനുള്ളത് വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കും, അല്ലേ? അപ്പോൾ ഞാൻ കണ്ടുപിടിച്ചേക്കണ ഒരു ടെക്നിക്ക് എന്താ അറിയൂ? മഹാകാളി ഹീലിംഗ് വളരെ എഫക്റ്റീവാണെന്നുള്ളത് ഇതിനകം തെളിയിക്കപ്പെട്ടുള്ള സംഗതിയാണ്. ഒരുപാട് പേർക്ക് ഇത് ചെയ്തിട്ട് മാറിപ്പോയിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും കുറച്ചാൾ കഴിയുമ്പോൾ മറ്റാൾ വീണ്ടും ചെയ്താൽ നമുക്ക് രണ്ടാമത് വീണ്ടും എഫക്റ്റീവ് ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനുള്ളൊരു വിദ്യ എന്താ വെച്ച് കഴിഞ്ഞാൽ, ആരാണോ നിങ്ങൾക്ക് ശത്രുവായിട്ട് നിൽക്കുന്ന ആൾ, അയാളുടെ ഫോട്ടോ സംഘടിപ്പിച്ചിട്ട് ഒരു മഹാകാളി ഹീലിംഗ് അയാൾക്ക് വേണ്ടി ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിരി വരും, ഞാൻ എന്തിനാണ് അയാളെ ഒന്നാകണമെന്ന് ആലോചിക്കുമല്ലേ? പക്ഷേ നിങ്ങൾ തന്നെയാണ് സേവ് ചെയ്യണത്. നിങ്ങളുടെ ഒരു ശത്രു ഇല്ലാതാകുന്നൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അയാളെ ഹീൽ ചെയ്ത് അയാളുടെ ഉള്ളിൽ നിന്ന് ആ ശത്രുത്വം നമുക്ക് നീക്കം ചെയ്യാൻ പറ്റും, അയാളെ പ്യൂരിഫൈ ചെയ്തെടുക്കാൻ പറ്റും, അയാളുടെ ഉള്ളിൽ നെഗറ്റീവ് തോട്ട്സ് മാറ്റാൻ പറ്റും. അത് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ശത്രു ഒഴിവാക്കി കിട്ടി. പിന്നെ നിങ്ങൾക്ക് ബ്ലാക്ക് മാജിക്ക് അവിടെ നിന്ന് വരുമെന്നുള്ള പേടി വേണ്ട, സംശയം വേണ്ട. ഒരു പരിധി വരെ ഒഴിവാക്കി കിട്ടും. 100% ഞാൻ പറയില്ല, പക്ഷേ ഒരു പരിധി വരെ നമുക്കതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പറ്റും. നിങ്ങളതൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് ആരും പറഞ്ഞു തരാത്തൊരു വിദ്യയാണ്. ഇതിപ്പോൾ ഞാൻ ഈ അടുത്ത് 2-3 പേർക്ക് പറഞ്ഞു കൊടുത്ത് അവരത് നല്ലൊരു ഐഡിയ ആണെന്ന് സമ്മതിക്കുകയും ചെയ്ത് നമ്മളത് ചെയ്തു കൊടുക്കുകയും ചെയ്തു. ഇപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട് അത്ര ആൾക്കാർക്ക്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക ഈ ഐഡിയ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ എൻ്റെ അടുത്ത് തന്നെ വന്നൊന്നുമില്ല, നിങ്ങൾക്ക് അത് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ അവിടെ പോയി ചെയ്താലും മതി. അപ്പോൾ എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.